നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഈ ഗ്രാമത്തിലെ മുതിർന്ന ഒരുപാട് പ്രായമുള്ള ഈ നാച്ചുറൽ ഫുഡ് മാത്രം കഴിച്ച് ജീവിക്കുന്ന ഇവിടുത്തെ ഒരു പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തിയുടെ വീട്ടിലേക്കാണ്. നമുക്ക് പോയി അയാളോട് സംസാരിക്കാം. ഓക്കെ, അങ്കല്ലേ? വണക്കമ്മ. നമ്മൾ അന്വേഷിച്ച് വന്ന ആളുടെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ മുളക് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതെന്ന് മഞ്ഞളുണ്ട്. നല്ല കളർഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്, നല്ല കാറ്റുണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ മഞ്ഞൾ, അത് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന പെരിയവരാണ് നിൽക്കുന്നത്. പെരിയവർ ഉங்கள் പേരെന്നെ? മാണിക്യം. ഈ ഗ്രാമത്തിലെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ്, ഒരുപാട് സീനിയറായിട്ടുള്ള ആളാണ്. ഉங்கள் വയസ്സ് എവ്വളോ ആയിരുന്നു? ഈ വയസ്സ് 100 മേലെ താണ്ടിது. 100 വയസ്സിൻ്റെ അടുത്തായിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അതായത് அவங்க உடம்புக்கு சீக்கிரம் ரகசியம் என்ன ஹெல்த் என்ன சாப்பிட்ற நீங்கள்? இவ்வளோ களி சோறு தான். சோறு களி ஓகே. ഹെൽത്ത് സീക്രട്ട്നാ സോറ് കളിയുന്ന റാഗി തന്നെ. ഓക്കെ, റാഗിയും ചോറെല്ലാണ് കഴിക്കുന്നത്. ഭീമിന അതാണ് സോറ്. ഓക്കെ ഓക്കെ, പുതിയ വാക്കുകൾ ഇങ്ങനെ പഠിച്ചു വരികയാണ്. നിങ്ങൾ ഒരു ഡേ ഒരു ദിനം സ്റ്റാർട്ട് பண்ணுறது எங்க എത്ര മണിക്ക് തൂക്കുന്നത് വരും? ഐ മീൻ ഉറങ്ങി തൂങ്ങുന്നത് ഒരു 8 മണിക്ക് 9 മണി നൈറ്റിൽ. കാലയിലെല്ലാം എവിടെ എത്ര മണിക്ക് എങ്ങ എണീപ്പാங்க? ഐ മീൻ ഉറക്കത്തിൽ നിന്ന് ഒരു 10 മണിക്ക് 12 മണിക്ക്. ഓക്കെ, 10 മണി അത്ര നേരം ഉറങ്ങുന്നുണ്ടല്ലേ? ഓക്കെ ഫൈൻ. ഗ്രാമത്തിൻ്റെ നന്മയാണ് ഓരോ ഇവിടുത്തെ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഇതുപോലുള്ള നല്ല മനസ്സിനുടമയായിട്ടുള്ള ഒരുപാട് പേരെ കാണാറുണ്ട്. ഒരു കാള വണ്ടി കണ്ടു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതിലെ ചേട്ടനോട് ചോദിച്ചിട്ട് ഒന്ന് ഓടിച്ചു നോക്കിയാലോ? ഇതുവരെ ഓടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ നാട്ടിലൊന്നും ഇത് കാണാനേ പറ്റില്ല. നമുക്ക് ട്രൈ பண்ணலாம்ல? எப்படி தெரியும்? நீ சும்மா பிடிச்சிக்க, அதே போ நான் ஓட்டிக்கிறேன். ഓക്കെ ഓക്കെ. ഫ്രണ്ട്സ്, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണത് ഈ വണ്ടി. കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണല്ലോ ഇത്, അറിയാമല്ലോ. സോ ഇത് എൻ്റെ ഓപ്പറേഷൻ്റെ കുഴപ്പമാണ്, നിന്ന് പോകണം. എനിക്കറിയില്ല ഇത് ഓടിക്കാൻ. സോ അണ്ണനുള്ളത് കൊണ്ട് കൂടെ നിൽക്കുന്നതേ ഉള്ളൂ. നമ്മൾ വന്നിങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട് ഗോവിന്ദ്രോയുടെ വീടാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളിയല്ലേ? അങ്ങനെ നമ്മൾ ഗോവിന്ദ്രോയുടെ വീട്ടിൽ വന്നു. ബ്രോ വാങ്ങ, ഉങ്ങൾക്കാக എറണാകുളത്ത് നിന്ന് ഒരു സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ട് സാപ്പിടുங்க. ഹാപ്പിനെസ് ഷെയറിങ്, ലവ് ഷെയറിങ്.